ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗുജറാത്ത് സെൻറ്റർ സേവികാ സംഘത്തിൻ്റെ 16-ാം ദിനത്തിലെ വേദവാക്യം. അപ്പോസ്തലനായ പൗലോസ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഇവിടെ 3 കാര്യങ്ങൾ എടുത്തു പറയുന്നു. 1, ക്രിസ്തു എന്നിൽ വസിക്കുന്നു. 2, ദൈവസ്നേഹം. 3, ദൈവത്തോടുള്ള വിശ്വാസം. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ എല്ലാത്തിനും അവൻ മതിയായവൻ ആണ്. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു എന്നിൽ? തീർച്ചയായും യേശു നമ്മിൽ വസിക്കുന്നു എങ്കിൽ നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തന്നെ പരിശോധിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ദൈവസാന്നിധ്യം കുറഞ്ഞു വരുന്നുവോ, ഉടനെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുക. വചനത്താൽ നമ്മുടെ മനസ്സിനെ നിറയ്ക്കുക. ദൈവം തൻ്റെ സാന്നിധ്യത്താൽ നമ്മെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. 2, ദൈവസ്നേഹം. നോമ്പ് ദൈവസ്നേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ദൈവത്തെ കൂടാതെ ജീവിക്കുക എന്നത് പ്രത്യാശയില്ലാതെ മരിക്കുക എന്നർത്ഥം. ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ പരമയാഗത്തിൻ്റെ ആത്മീയമായ അർത്ഥം എന്തെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ താൻ അവിടെ അനുഭവിച്ച പ്രാണവേദന എത്ര ഭയങ്കരമായിരുന്നു എന്ന് നാം ചിലപ്പോൾ ഓർക്കാറില്ല. നമ്മുടെ പ്രിയ രക്ഷകൻ അനുഭവിച്ച അതിഭയങ്കരമായ ശാരീരികവും മാനസികവുമായ വേദനയെക്കുറിച്ച് ഓർത്തുകൊണ്ട് തൻ്റെ കാൽവറിയിലെ യാഗത്തിനു വേണ്ടി തന്നോടുള്ള നന്ദിയെ പുതുക്കി നമുക്ക് അവന് സ്തോത്രം ചെയ്യാം. ക്രൂശിലെ അതിദാരുണമായ മരണം നമുക്ക് വേണ്ടി സ്വയം ഏറ്റെടുക്കത്തക്കവണ്ണം അവൻ നമ്മെ സ്നേഹിച്ചു. സ്നേഹം എന്നത് 9 വ്യത്യസ്തമായ വിശിഷ്ട ഗുണങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഗലാത്യർ 5:19 ജഡത്തിൽ ജീവിക്കുന്നവരുടെ ലക്ഷണങ്ങളും 5:22-23 ഒരുവൻ ക്രിസ്തുവിൽ ആയാലുള്ള ലക്ഷണങ്ങളെപ്പറ്റിയും പറയുന്നു. ജഡത്തിൻ്റെ പ്രവൃത്തികൾ: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിവാകുന്നു. ക്രിസ്തുവിൽ ആയാലുള്ള ലക്ഷണങ്ങൾ: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഇതിന് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല എന്ന് പറയുന്നു. ഈ ലക്ഷണങ്ങൾ എല്ലാം കൂടി ചേർന്ന് ഒന്നായി നിൽക്കുകയും ചെയ്യുന്നു. സ്നേഹത്തിൻ്റെ അത്യുത്കൃഷ്ടമായ വികാര പ്രകടനമാണ് സന്തോഷം. സ്നേഹത്തിൽ നിന്നും ലഭിക്കുന്ന ശാന്തിയാണ് സമാധാനം. സ്നേഹം മൂലം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്നതത്രേ ദീർഘക്ഷമ. സാമൂഹ്യ ജീവിതത്തിൽ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ് ദയ. സ്നേഹം ജീവിതത്തിൽ പ്രാവർത്തികമാകുന്നതാണ് പരോപകാരം. സ്നേഹത്താൽ പ്രേരിതരായി പ്രതിസന്ധികളിൽ പിന്മാറാതെ മുന്നേറുന്നതാണ് വിശ്വസ്തത. സ്നേഹം മൂലം നാം തന്നെ അച്ചടക്കത്തിന് വിധേയരാകുന്നതാണ് സൗമ്യത. സ്നേഹം നമ്മുടെ വികാരങ്ങളെ അടക്കി ഭരിക്കുന്നതാണ് ഇന്ദ്രിയ ജയം. നമ്മുടെ ജീവിതത്തിലും ഈ ദൈവസ്നേഹം ഉണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 3, ദൈവവിശ്വാസം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ ഉള്ളത്. അബ്രഹാമിൻ്റെ മക്കളായ നമുക്കും ആ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നേറാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ക്രിസ്തുവിനായി നൽകുന്നു. കർത്താവേ, ഞങ്ങളുടെ സ്വാർത്ഥ ജീവിതത്തിൽ നിന്നും ചുറ്റുപാടിലുള്ളവർക്ക് ജീവനും വെളിച്ചവും പകരുന്ന അവസ്ഥയിലേക്ക് ആകുവാനും നിത്യമായ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി ആ ക്രൂശിൻ്റെ പാതയിൽ നടപ്പാനും അങ്ങയുടെ പാദപീഠത്തെങ്കിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തുറന്ന മനസ്സോടെ ദൈവസ്നേഹത്തിന് മുൻപാകെ ഞങ്ങളെ തന്നെ താഴ്ത്തുവാനും ക്രിസ്തുവിലേക്കുള്ള ഞങ്ങളുടെ ദൂരം കുറയ്ക്കുവാനും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ക്രിസ്തു ശൈലി ഞങ്ങളിലും ഉണ്ടാകുവാനും സർവശക്തനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.